22 പെരിങ്ങത്തൂരിലെ മീറ്റിംഗ് കൺഫേം ആണോ? കൺഫേം ആണ്. എന്തേനു? കുറച്ചു കാലം ഒരു അവയവം പോലെ കൊണ്ടു കിടന്ന കൂട്ടാണ്. താനങ്ങ് ഉഷാറായതിനു ശേഷം ഇപ്പൊ ഇത് എടുക്കാറില്ല. ഇത് കണ്ണൂരാദാസ്. മരണം എപ്പോഴും എവിടെയും സംഭവിക്കാവുന്ന നാട്. നീ കേട്ടിന? മരണമുള്ളിടത്ത് എപ്പോഴും മരണമുണ്ടാകും. ആരുടെ നിങ്ങളടിയേനു ആടെ യോഗമായിട്ട് സഖാവ് അന്വേഷിക്കുന്നുണ്ട്. എന്നാ പിന്നെ അങ്ങനെ ചെയ്തു. ശരി, ആയിക്കോട്ടെ സാർ. ആ എന്നാ പോയാലോ? വണ്ടി എടുക്ക. വണ്ടി ചെറിയൊരു പണിയെന്ന് പഞ്ചറായി. ഇനിയിപ്പോ സ്റ്റെപ്പിന് ഇടണം. 7 മണിക്ക് പാർട്ടി മീറ്റിംഗ് ഉള്ളതാണല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്നാ ബസ്സിന് പോയാലോ? നീ ശരിയാക്കിട്ട് വാ. വാ. സർ, ബസ്സിൽ പോണോ? പ്രൊട്ടക്ഷനൊരു ചെറിയ പ്രശ്നമുണ്ട്. നമുക്ക് നമ്മുടെ വണ്ടി പോയാൽ പോരെ? എന്നാ ശരിയാക്കിട്ട് പോ. ആ ദാസ, ഇരിക്കി. ഞങ്ങൾ വന്നിട്ട് കുറച്ച് നേരമായി. എന്തു പറ്റി? എന്താ അവസാന നിമിഷം പ്ലാൻ മാറ്റിയത്? സർ, ഞാനൊരു സാധാരണ പോലീസുകാരനാണ്. എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണം. ഞാനൊന്നും പുറത്ത് പറയില്ല. എന്നെ ഇനി വിളിക്കരുത്. ഞാൻ വരില്ല. ഇത് പറയാനാ ദാസൻ കാണുമെന്ന് പറഞ്ഞത്? എന്നാ വളരെ ചെറിയൊരു കഥ പറയട്ടെ ദാസേ. ദാസനത് ഇഷ്ടപ്പെടും. നീ പന്ന്യന്നൂർ മൂന്നിന്റെ വണ്ടി തടയും അല്ലടാ. ഈ കണ്ണൂരിൽ നീ ഒന്നും അതിന് വളർന്നിട്ടില്ല. പത്ത് 15 വർഷം ഞങ്ങളോടൊപ്പം പരിവാർ പാർട്ടിയിൽ പ്രവർത്തിച്ച ആളാ വിനോദ്. ഓനെ കൊന്നത് പിന്നെ വേറൊരു കാര്യത്തിനാ. നല്ല രസമുള്ളൊരു കാര്യം. മറ്റൊരുത്തന്റെ ഭാര്യയുമായി അവിഹിതം. ഈടുത്ത കൊലപാതകങ്ങളെല്ലാം ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ മാത്രമല്ല, വ്യക്തിവൈരാഗ്യവും ഔഹിക ബന്ധങ്ങളും സാമ്പത്തിക താല്പര്യങ്ങളും ഒക്കെ അതിൽപ്പെടും. അതിനുള്ള മറയാണ് അക്രമ രാഷ്ട്രീയം. അണികളിൽ വിഡ്ഢികളുള്ളിടത്തോളം ഇവിടെ മാത്രം കളിക്കുന്ന കളിയാണ് കണ്ണൂർ പൊളിറ്റിക്സ്. ഈ നാട് ഇനിയും സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും ബലിദാനികളെയും രക്തസാക്ഷികളെയും.
നിനക്കതിലൊന്നും ചവിട്ടാണ്ട് രക്ഷപ്പെടണ്ടേ? വിനോദ് മരിച്ച അതേ ദിവസം ഡിസംബർ 6 അതേ തെയ്യം. നാട്ടിലുള്ളതുകൊണ്ട് മുകുന്ദൻ പോവും. തെയ്യായോണ്ട് ഫിറോസ് ഉണ്ടാവില്ല. മുകുന്ദൻ്റെ ഒപ്പരം നീയായിരിക്കും. ഓൻ ഒറ്റ കിട്ടുന്ന ഏറ്റവും നല്ല അവസരം. തെയ്യം പൊലിച്ചവരുണ്ടാവും. രാത്രി ഒരു 12 മണിയാകുമ്പോൾ എന്ത് കളത്തരം പറഞ്ഞിട്ടായാലും ആളൊഴിഞ്ഞ പാട്ടെങ്ങനാൽ റോഡിൽ നീ ഓനെ എത്തിക്കണം. ഓൻ കൊണ്ടുവരും അല്ലേ? ഇതോന്റെ ഒടുക്കത്തെ അവസരമാണല്ലോ. ഇനി പോലീസല്ല മുകുന്ദം വിചാരിച്ചാലും കാര്യമില്ല, നീ രക്ഷപ്പെടില്ല. കൂട്ടത്തിലൊരുത്തനെ തീർത്തിട്ട് അത് മുകുന്ദനെ പോലുള്ളൊരു നേതാവിന്റെ തലയിൽ കെട്ടിവെച്ച ഞങ്ങൾക്ക് അയ്യപ്പദാസ് ഒരു ഇരയല്ല. കൂടെ നിൽക്കില്ല എന്നാണെങ്കിൽ ഇപ്പം നിനക്ക് ഇവിടുന്ന് പറഞ്ഞിട്ട് പോവാം. പക്ഷേ തലശ്ശേരി ബസ് സ്റ്റാൻഡിന്റെ അപ്പുറം നീ കാണില്ല. ആമി ഉറങ്ങിയോ? ഉറങ്ങി. തെയ്യത്തിന് പോണമെന്ന് നിർബന്ധമുണ്ടോ? അതെന്താടോ? ഇത് ഭക്തിൻ്റെ വിഷയമല്ല എന്ന് എനിക്കറിഞ്ഞൂടെ. ഞാനിവിടെ ഉള്ളപ്പോൾ അത് മുടക്കിയിട്ടില്ല. അറിഞ്ഞോണ്ട് ഇനി ഒരു ആപത്ത് വിളിച്ചു വരുത്തണോ? ഒന്നിപ്പോൾ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. ഇങ്ങനെ ഒരു വാർത്ത നീ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മുടെ ഈ സ്ട്രഗിള് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ. നമ്മളിതിൻ്റെ ഭാഗമല്ലേ. പിന്നെ ഭീഷണി, അതിനെ അതിജീവിക്കലല്ലേ വേണ്ടത്, അല്ലാണ്ട് ഒളിച്ചോടല. ഇങ്ങനെ എത്ര കാലാന്ന്? നീ എന്തെന്ന് ഇങ്ങനെ പറയുന്നു? രാഷ്ട്രീയമായി ഇതൊരു വിജയാവസരമാണ്. എനിക്കത് അങ്ങനെ കാണാനാണ് ഇഷ്ടം. അതായത് ഇങ്ങളെ തന്നെ ആരാധിക്കുന്നത് തുടരുമെന്നർത്ഥം. എന്താ, അങ്ങനെയല്ലേ? നിങ്ങൾ 6 പേർക്കാണ് നൈറ്റ് ഡ്യൂട്ടി. പ്രൊട്ടക്ഷൻ വിങ്ങിൻ്റെ കാര്യം മുകുന്ദൻ അറിഞ്ഞിട്ടില്ല, അറിയിക്കുന്നുമില്ല. ഗൺമാനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിരിക്കണം. എന്ത് സംശയം ഉണ്ടായാലും സ്റ്റേഷനുമായി ബന്ധപ്പെടണം. ഓക്കെ ഗൈസ്. അയ്യപ്പദാസ് സർ. സഖാവിൻ്റെ ഗൺമാൻ പോസ്റ്റ് മാറുന്ന കാര്യം SP കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നില്ലേ? യെസ് സർ. എന്നിട്ട് എന്തായി? സർ, തെയ്യത്തിൻ്റെ ദിവസം കഴിഞ്ഞാൽ ഞാൻ എൻ്റെ തീരുമാനം പറയാം. ഇലക്ഷൻ വരെ സമയമുണ്ടല്ലോ. ഓക്കെ, ഗുഡ്. ശരിക്കും 2 പേരെ പോസ്റ്റ് ചെയ്ത് ടേണായി ഡ്യൂട്ടി ചെയ്യേണ്ടതാണ്. ഗവൺമെന്റിന് അധികം ചെലവരുമെന്ന് പറഞ്ഞ് സഖാവ് തന്നെയാണ് അത് തള്ളിയത്. എനിവേ, നമുക്ക് നോക്കാം. സർ. പിന്നെ സർ, പുറത്ത് തനിക്കൊരു വിസിറ്ററുണ്ട്.